ഹായ്, ഞാൻ ഡോക്ടർ ടിനു സാർ അബ്രഹാം, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ബോ എസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക്, കൊച്ചി ആൻഡ് കോട്ടയം. ഇപ്പോൾ മഴക്കാലമാണല്ലോ. മഴക്കാലത്ത് സ്കിന്നിലുണ്ടാവുന്ന ചില കണ്ടീഷൻസിനെ പറ്റിയും അത് വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മഴക്കാലത്ത് യൂഷ്വലി നമുക്ക് ഭയങ്കര മോയ്സ്ചർ കണ്ടന്റ് അറ്റ്മോസ്ഫിയറിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ഭയങ്കര ഹ്യൂമിഡ് ഒരു വെതർ ആയിരിക്കും. ഈ ഹ്യൂമിഡിറ്റി കൊണ്ട് യൂഷ്വലി നമുക്ക് ഈ ബാക്ടീരിയൽ ഗ്രോത്തും ഫംഗൽ ഗ്രോത്തും ഒക്കെ വളരെയധികം കൂടുതലായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസും വരുന്നത് വളരെയധികം കൂടുതലാണ്. ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ, അഥവാ ഈ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഫംഗൽ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടുന്നു. ഇത് കൂടുതലായിട്ടും നമ്മുടെ ബോഡി ഫോൾസ്, അതായത് ദേഹത്തിന്റെ ഇടുക്കുകളിലാണ് കൂടുതലായിട്ടും ഇത് ഡെവലപ്പ് ചെയ്യുക. അണ്ടർ ആം ഏരിയാസിൽ, അതുപോലെ തന്നെ നമ്മുടെ തൊടയുടെ സൈഡിലുള്ള ഏരിയാസിൽ, ബ്രസ്റ്റിന്റെ താഴെയുള്ള ഭാഗത്ത്, ഈ ഏരിയാസിലൊക്കെ ഈർപ്പം കൂടുതൽ നിൽക്കുന്നത് കൊണ്ടും ഈ ഫംഗൽ ഗ്രോത്ത് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ഏരിയാസിൽ ഈർപ്പം ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ നനവുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഉപ്പി വെള്ളം കളയണം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഈർപ്പം അത് വലിച്ചെടുക്കും. അപ്പം നമുക്ക് അങ്ങനെ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലെയറിങ് അവോയ്ഡ് ചെയ്യുക. അതായത് ഡ്രസ്സ് ധരിക്കുമ്പോൾ നോർമൽ കോട്ടൺ ആയിട്ടുള്ള നല്ല എയറി ആയിട്ടുള്ള ഡ്രസ്സസ് ധരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഫംഗൽ ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആൻറ്റി ഫംഗൽ ക്രീംസും ടാബ്ലറ്റ്സും അവർ പ്രിസ്ക്രൈബ് ചെയ്യും. അതും റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഫംഗൽ ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇനീഷ്യൽ ഫേസിൽ തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. രണ്ടാമതായിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് അഥവാ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഡാൻഡ്രഫും ഇതുപോലെ തന്നെ ആ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ആ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. ഇതിനും നമുക്ക് ആന്റി ഫംഗൽ ആയിട്ടുള്ള ലോഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആന്റി ഫംഗൽ ഷാംപൂസും അവൈലബിൾ ആണ്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ സെബോറിക് ഡെർമറ്റൈറ്റിസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. ഇനി മഴക്കാലത്ത് സ്കിൻ കെയർ റുട്ടീനിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ യൂഷ്വലി പറയുന്നത് ഒരു ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്കൊരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ സാധിക്കും. അത് മോർണിംഗും നൈറ്റും അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും ഈ ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടും. അതുപോലെ തന്നെ നമ്മുടെ പോർസ് ഒക്കെ ക്ലോഗ്ഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഭയങ്കര ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതെ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവർക്കും പൊതുവെ ഉള്ളൊരു ധാരണയാണ് സൺസ്ക്രീൻ നമ്മൾ മഴക്കാലത്ത് യൂസ് ചെയ്യേണ്ട എന്നുള്ളത്. സൺസ്ക്രീൻ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ അത് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന ഒരു മിത്താണ്. ബിക്കോസ് നമ്മൾ അത്ര വെയിലില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളത് അവോയ്ഡ് ചെയ്യും. പക്ഷെ മഴക്കാലമാണെങ്കിലും ക്ലൗഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും UV റേസ് നമ്മുടെ സ്കിന്നിൽ പതിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ സൺസ്ക്രീനും കൂടെ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഇൻവോൾവ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.